നമ്മൾ ഒരുപാട് നാളായിട്ട് ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന ഒരു 10 വമ്പൻ ചിത്രങ്ങളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഓൺലൈൻ റിലീസ് തീയതികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യ ചിത്രം അനിമൽ എന്ന തെലുങ്ക് ചിത്രമാണ്. ഒരുപാട് വയലന്റ് സീൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിത്രം റിലീസ് ചെയ്ത സമയത്ത് ചിത്രത്തിന് ഒരു മിക്സ്ഡ് റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ജനുവരി 26 തീയതിയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് അറിയാൻ കഴിയുന്നത്. രണ്ടാമത്തെ ചിത്രം ജോ എന്ന തമിഴ് ചിത്രമാണ്. ഇതൊരു റൊമാൻറ്റിക് മൂവി കൂടിയാണ്. കഴിഞ്ഞ വർഷം തമിഴിൽ നിന്നും ഒരുപാട് ചെറിയ നല്ല നല്ല ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു ചിത്രം കൂടിയാണിത്. അപ്പൊ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ്. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ജനുവരി 15 തീയതി മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് പുറത്തു വരാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യൽ ആയിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ദിലീപ് നായകനായിട്ട് എത്തിക്കൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്ത് തിയേറ്ററുകളിൽ പരാജയമായി മാറിയിട്ടുണ്ടായിരുന്ന ബാന്ദ്ര എന്ന മലയാള ചിത്രമാണ്. അപ്പൊ ഈ ഒരു ചിത്രത്തിന്റെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് എന്ന് ഞാൻ മുമ്പുള്ള വീഡിയോകളിലൂടെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ജനുവരി ലാസ്റ്റ് വീക്കിലായിട്ടോ അല്ലെങ്കിൽ ഫെബ്രുവരി 1 ആയിട്ടോ ആയിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. നാലാമത്തെ ചിത്രം ലോകേഷ് കനകരാജിന്റെ പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടുള്ള ജി സ്കോഡിന്റെ ആദ്യ ചിത്രമായിട്ടുള്ള ഫൈറ്റ് ക്ലബ് എന്ന തമിഴ് ചിത്രമാണ്. ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സമയത്ത് ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു അഭിപ്രായം തന്നെയായിരുന്നു അന്ന് നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ തന്നെയാണ്. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം ഈ പൊങ്കൽ റിലീസായിട്ട് ഈ അടുത്ത് തന്നെ പ്രീമിയർ ചെയ്യും എന്നാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകളിലൂടെയൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ചിലപ്പോൾ ഈ വരുന്ന ജനുവരി 19 തീയതി ഈ ഒരു ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പ്രീമിയർ ചെയ്യാനുള്ള ഒരു ചെറിയ സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. അടുത്തത് ജയ് മഹേന്ദ്രൻ എന്നൊരു മലയാള ചിത്രമാണ്. ഈ ചിത്രം സോണി ലീവിലൂടെ ഡയറക്റ്റ് ആയിട്ട് ഈ വരുന്ന ഫെബ്രുവരി 9 തീയതി പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യൽ ആയിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. മാർവൽ സിനിമാസിന്റെ ഭാഗത്ത് നിന്നും പുതുതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ചിത്രമാണ് ദ മാർവൽസ് എന്ന ചിത്രം. അപ്പോൾ ഈ ഒരു ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഈ വരുന്ന ജനുവരി 16 തീയതി പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യൽ ആയിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏഴാമത്തെ ചിത്രം ശബ്ദ സാഗരത ചേല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കന്നഡ മൂവിയുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള സൈഡ് ബി എന്ന ചിത്രമാണ്. ഇതൊരു നല്ലൊരു റൊമാൻറ്റിക് മൂവി കൂടിയാണ്. അപ്പൊ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ആമസോൺ പ്രൈം ആണ്. അപ്പൊ ഈ വരുന്ന ജനുവരി 12 തീയതി അതായത് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ഈ ഒരു ചിത്രം ആമസോൺ പ്രൈമിലൂടെ സർപ്രൈസിംഗ് ആയിട്ട് പ്രീമിയർ ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മുകേഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫാമിലി മൂവിയാണ് ഫിലിപ്സ്. അത്യാവശ്യം നല്ല റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു ഈ ഒരു ചിത്രത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് മനോരമ മാക്സ് ആണ് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യൽ ആയിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനോരമ മാക്സിലൂടെ ഈ ഒരു ചിത്രം അടുത്ത ആഴ്ച അതായത് ജനുവരി 19 തീയതിയൊക്കെ ആയിട്ടായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. ഒമ്പതാമത്തെ ചിത്രം ജോർജ് ജോർജ്, കല്യാണി പ്രദേശ് എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആന്റണി എന്ന മലയാള ചിത്രമാണ്. അത്യാവശ്യം നല്ല റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു ഈ ഒരു ചിത്രത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് എങ്കിലും ചിലപ്പോൾ ഇതിലൊരു മാറ്റം വരാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് എങ്കിൽ ഈ ചിത്രം പൊങ്കൽ റിലീസായിട്ട് അടുത്ത ആഴ്ച പ്രീമിയർ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കൂടുതലും ജനുവരി 15 തീയതിയോ അല്ലെങ്കിൽ 19 തീയതിയൊക്കെ ആയിട്ടായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം ലാലേട്ട നായകനായിട്ട് എത്തിക്കൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന നേര് എന്ന മലയാള ചിത്രമാണ്. ഇതൊരു കോർട്ട് റൂം ഡ്രാമ മൂവി കൂടിയാണ്. തിയേറ്ററുകളിലൊക്കെ ഒരു വലിയ വിജയമായി മാറിയിട്ടുണ്ടായിരുന്ന ഒരു ചിത്രം കൂടിയാണിത്. അതിൽ ഈ ഒരു ചിത്രത്തിന് ഏകദേശം 85 കോടി രൂപയ്ക്ക് അടുത്ത് വരെ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷനൊക്കെ നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ്. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ജനുവരി ലാസ്റ്റ് വീക്കിലായിട്ട് പ്രീമിയർ ചെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. കൂടുതലും ജനുവരി 26 തീയതിയൊക്കെ ആയിട്ട് ഈ ഒരു ചിത്രം പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഈ ചിത്രങ്ങളുടെ റിലീസിനായിട്ടൊക്കെ. അതുപോലെ തന്നെ ഇതുപോലുള്ള വമ്പൻ റിലീസ് അപ്ഡേറ്റുകളൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.